5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വീണ്ടും ഒരു മഴക്കാലം വരികയാണ്. വളരെ ശക്തമായ മഴയാണ് എല്ലായിടത്തുമുള്ളത്. ആലുവ അതിലെ അമ്പലം ക്ഷേത്രം ശിവക്ഷേത്രം മുങ്ങിയെന്ന് കേൾക്കുന്നു. ഈ വയനാടിലാണെങ്കിൽ ചൂരൽമലയിലൊക്കെ വലിയ പുഴയൊക്കെ കവിഞ്ഞൊഴുകുകയാണ്. സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇന്ന് അവധിയാണ്. എന്നാൽ അതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ ഒരു കുഴിയിൽ വെള്ളം കിടന്നത് കാണാതെ അതിൻ്റെ നിരപ്പോ ആഴമോ മനസ്സിലാക്കാതെ ഒരു ചെറുപ്പക്കാരൻ്റെ സ്കൂട്ടർ കുഴിയിൽ വീഴുകയും അതിൻ്റെ പുറത്തുകൂടി ചെറുപ്പക്കാരൻ്റെ പുറത്തുകൂടി ബസ്സിൻ്റെ ടയറുകൾ കയറി ഇറങ്ങുകയും അങ്ങനെ ചെറുപ്പൻ അതിദാരുണമായി മരിക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ സംഘർഷം കോൺഗ്രസിൻ്റെ BJPയുടെ ഭാഗമായി തൃശ്ശൂരിൽ മേയർ രാജിവെക്കണമെന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാർത്തകൾ കാണുകയാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മരുമകൻ മന്ത്രി, പ്രിയപ്പെട്ട മന്ത്രി, അങ്ങേക്ക് അനുഭവ സമ്പത്ത് കുറവായതിൻ്റെ എല്ലാ ദുരന്തങ്ങളും നമുക്ക് കാണുവാനുണ്ട്. താങ്കൾ ഓരോ റീൽ വന്നിട്ടുകയും ഇനിയും റീൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കാണിക്കുന്നതിനിടയിൽ ഈ സംസ്ഥാനത്തെ റോഡുകൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, മെയ് മാസം മഴയ്ക്ക് മുമ്പ് തന്നെ കുഴികൾ അടയ്ക്കുവാനുള്ള സംവിധാനം, ഈ റോഡുകൾ മെയിൻറ്റെയിൻ, നിങ്ങൾ പുതിയ റോഡുകൾ എടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, പഴയ റോഡുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കണ്ടിജൻസി ഫണ്ട് കൊടുത്തുകൊണ്ട് റാപ്പിഡായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണ്ടേ? നിങ്ങൾ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം സിംഗപ്പൂരിൽ പോയിരുന്നു, മലേഷ്യയിൽ പോയിരുന്നു. ആ കൂട്ടത്തിൽ സിംഗപ്പൂരിൽ ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞത്, ഞാൻ ഗൈഡിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവിടെ റോഡിൽ കുഴിയുണ്ടാവുന്ന പ്രശ്നമില്ല. കാരണം റോഡെല്ലാം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു പരുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ 24 hours വേണ്ട, വിത്തിൻ അവേഴ്സ് അത് പരിഹരിച്ചിരിക്കും. അത്രമാത്രം ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൻ്റെ സംവിധാനമുണ്ട്. നമ്മളെ ഇവിടെ PWD കോൺട്രാക്ടർമാർ അത് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാ വർക്കുകളും പുറത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ബംഗാളിലെയും ബംഗ്ലാദേശിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു, കമ്പനി പറയുന്നു, പിന്നെ കമ്പനി അങ്ങ് പോകുന്നു. പിന്നെ വളരെ നാമമാത്രമായ ഒരു ഓപ്പറേഷൻ OANDM മാത്രമേ ഉള്ളൂ. ജനങ്ങൾ കാവൽക്കാരാണ്, കൊള്ളക്കാരാണെന്നൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങളാണ് കാവൽക്കാരെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള സംവിധാനം ആലോചിക്കണം. ഓരോ റോഡിലും ഒരു കുഴിയുണ്ടായാൽ എത്ര ദിവസമാണ്, എത്ര മാസമാണ്, ചിലപ്പോൾ വർഷങ്ങളാണ് കുഴികൾ കിടക്കുന്നത്. നിങ്ങൾ നോക്കണം. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കരയിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കും, ജില്ലയ്ക്കാകെ വെള്ളം കൊടുക്കുന്ന അരുവിക്കരയിൽ നിന്ന് വെള്ളനാടേക്ക് പോകുന്ന 5 കിലോമീറ്റർ റോഡ് കിടപ്പുണ്ട്, 7 കിലോമീറ്റർ റോഡ് കിടപ്പുണ്ട്. എത്രയോ കാലമായി അതിങ്ങനെ പൊളിഞ്ഞു കിടക്കണം. അതുപോലെ ഓരോ സ്ഥലത്തും, തിരുവനന്തപുരം എടുത്താൽ, കാസർഗോഡ് എടുത്താൽ, കണ്ണൂർ എടുത്താൽ, ഓരോ സ്ഥലത്തുള്ള റോഡൊക്കെ വല്ലാതെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ NHൻ്റെ പണി നിങ്ങൾ പീസ് പണിയാണ് ചെയ്യുന്നത്. ഏതൊക്കെ കമ്പനി കൊടുത്തിട്ട് പീസ് ചെയ്യുന്ന സ്ട്രെച്ച് കംപ്ലീറ്റ് തീർത്തിട്ട് അടുത്ത സ്ട്രെച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുരിതങ്ങളിൽ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടി മൊത്തം പൊളിച്ചടുക്കി പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. ഇത് വല്ലോ മന്ത്രി കാണുന്നുണ്ടോ? മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി, ലണ്ടനിൽ നിന്ന് ഏതോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെ വന്നപ്പോൾ ഏതോ ഒരു റോഡിൽ മലപ്പുറം പാലക്കാടുള്ള ഒരു റോഡിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ചോദിച്ചു, അയ്യോ ഇത് ലണ്ടനിലാണോ ഞാൻ നിൽക്കുന്നത്, എന്തൊരു വലിയ റോഡാണെന്നൊക്കെ പറഞ്ഞ് പിണറായി ഒരു തള്ളിയിട്ടുണ്ട് നേരത്തെ. മിസ്റ്റർ പിണറായി വിജയനായിരുന്നാലും മരുമോനായിരുന്നാലും അമ്മായി ആയിരുന്നാലും അപ്പനായിരുന്നാലും നിങ്ങൾ ഈ റോഡുകളിലൂടെ സഞ്ചരിക്കണം. നിങ്ങൾക്ക് റോഡിൽ ഒരു ചെറിയ കുഴിയോ വലിയ അഗാധമായ ഗർത്തമുണ്ടായിരുന്നാലും ശല്യമുണ്ടാകാത്ത രീതിയിലുള്ള വലിയ ബുള്ളറ്റ് പ്രൂഫ് പോലുള്ള വലിയ കാറുകളും അങ്ങനെ വലിയ സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ റോഡിൽ കിടക്കുന്ന കുഴിയിൽ വീഴുന്നത് പാവപ്പെട്ട സ്കൂട്ടറുകാരനും സൈക്കിളുകാരനും ആട്ടോക്കാരനുമാണ് എന്ന് തിരിച്ചറിയണം. ഈ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്തിൻ്റെ റോഡുകൾ, പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, MC റോഡുകളെക്കുറിച്ച് പറയുമ്പോൾ ചില സമയത്ത് നമ്മുടെ മരുമോൻ പറയാറുണ്ട്, അല്ലെങ്കിൽ റിയാസ് പറയാറുണ്ട്, മന്ത്രി, ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ്. പഞ്ചായത്തിൻ്റെ റോഡായാൽ പഞ്ചായത്തിൻ്റെ മന്ത്രി തൊട്ടപ്പുറത്തെ ഹാളിലല്ലേ ഇരിക്കുന്നത്, MP രാജേഷ്. അപ്പം നിങ്ങളൊരു പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊരു നയമുണ്ടോ? ഒരു ട്രാൻസ്പോർട്ട് നയമുണ്ടോ? ഒരു റോഡ് നയമുണ്ടോ? റോഡിൻ്റെ ഒരു സേഫ്റ്റി നയമുണ്ടോ? എത്രായിരം പേരാണ് ഓരോ വർഷവും, എത്രായിരം ചെറുപ്പക്കാരാണ് ഓരോ വർഷവും ഇങ്ങനെ നമ്മുടെ റോഡിൽ ജീവൻ പൊലിയുന്നത്. ഇപ്പോൾ ഹെൽമറ്റൊക്കെ വെച്ചതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ വിഷയമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണ് പ്രധാന പ്രശ്നം? റോഡാണ്. മഴയത്തിന് മുമ്പ് റോഡെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയും റോഡിലേക്കുന്ന വെള്ളം ഒഴുകിപ്പോകാനും റോഡിൽ കുഴിയില്ലാത്ത റോഡുകൾ സൃഷ്ടിക്കുന്നത് ആരുടെയെങ്കിലും ജന്മത്തിൽ നടക്കുമോ? ഒരു ജന്മത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല റോഡിലൂടെ സഞ്ചരിച്ച്, അല്ലെങ്കിൽ കുറേ നല്ല റോഡുകളിലൂടെ സഞ്ചരിച്ച് ഒരു ജനതയ്ക്ക് മരിക്കാൻ കഴിയുമോ? എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ തൃശ്ശൂരിൽ ഇങ്ങനെ അതിദാരുണമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. അത് മാത്രമല്ല, സംസ്ഥാനത്താകെ നിങ്ങൾ മെഡിക്കൽ കോളേജുകളുടെ ഒരു കണക്കെടുക്കണം, എന്തുമാത്രം ആക്സിഡൻറ്റുകളാണ് വരുന്നത്. ഇതെല്ലാം വന്നതിൻ്റെ 99% റോഡിൻ്റെ കൾവർട്ടുകളോ, റോഡിലെ കുഴികളോ, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വെട്ടിയെടുക്കുന്നതോ, KCB മുറിക്കുന്നതോ, റോഡിൽ വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും 200 കിലോമീറ്റർ 300 കിലോമീറ്റർ വേഗതയിൽ പോകാൻ കഴിയുന്ന റോഡുകൾ ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ദുബായിലൊക്കെ താങ്കൾ പോകുന്നതാണല്ലോ. ആ സമയത്താണ് ഇവിടെ
വലിയ റോഡ് ഉണ്ടാക്കി വെച്ച് പല വലിയ റോഡുകളിലും മിനിമം സ്പീഡിന് പോലും ആളുകൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ റോഡ് ഉണ്ടാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. O&M, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി ഒരു സംവിധാനമില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. റണ്ണിങ് കോൺട്രാക്ടർമാരുണ്ടെന്ന് പറയും. റണ്ണിങ് കോൺട്രാക്ടർമാർക്ക് നിങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയും. പക്ഷേ ഒരു സ്ഥലത്തൊരു കുഴി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു സംവിധാനം ഒരു പൊളിഞ്ഞു പോയാൽ വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനകത്ത് അത് പാച്ച് വർക്ക് ചെയ്യാനുള്ള, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ? എന്നിട്ടല്ലേ പുതിയ റോഡിനെ കുറിച്ച് ചിന്തിക്കാവൂ. ഇത് പുതിയ റോഡുകൾ ധാരാളമായി തലങ്ങും വിലങ്ങും റോഡ് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കും. നാഷണൽ ഹൈവേയുടെ പല സ്ഥലങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്നു, പലയിടത്തും അത് പൊട്ടിപ്പോയി. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തീരദേശ ഹൈവേ ആലോചിക്കുന്നു, മലയോര ഹൈവേ ആലോചിക്കുന്നു. ഇങ്ങനെ തള്ളി മറിക്കുകയാണ്. ഈ തള്ളിമറയിലിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് ജീവനുകളാണ് പൊലിയുന്നത്. പ്ലീസ് ദയവായി നിങ്ങൾ ഉള്ള റോഡുകൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് ജീവനുകൾ നമുക്ക് കൊടുക്കുവാനില്ല.